ഭാരതാംബയ്ക്കും പ്രധാനമന്ത്രിക്കുമെതിരായ വിവാദ പരാമർശങ്ങളിലൂടെ GR പ്രമോദ് VSSയുടെ വിശ്വാസ്യത നശിപ്പിച്ചെന്ന് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ. സർക്കാർ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട മാന്യതകൾ GR പ്രമോദ് ലംഘിച്ചതോടെയാണ് പരാതി നൽകിയത്. മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന പോസ്റ്റുകളും GR പ്രമോദ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. അതിനാലാണ് പ്രധാനമന്ത്രിക്കും ഗവർണർക്കും VSSC ഡയറക്ടർക്കും പരാതി നൽകിയതെന്ന് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സർക്കിൾ കൺവീനർ രാജേന്ദ്ര പ്രസാദ് ജനം TVയോട് പറഞ്ഞു. ഭാരതാംബയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും നിശിതമായി വിമർശിച്ച VSSC ഉദ്യോഗസ്ഥൻ GR പ്രമോദിൻ്റെ വാർത്ത ജനം TVയാണ് നൽകിയത്. വാർത്തയോടുകൂടിയ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനും, അതായത് പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഗവർണർക്കും VSSC ഡയറക്ടർക്കടക്കം GR പ്രമോദിൻ്റെ ഈ പരാമർശത്തിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതി നൽകിയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ, ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പേരിലാണ് പരാതി നൽകിയത്. ആ പരാതി നൽകിയ രാജേന്ദ്ര പ്രസാദ് നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. ഈ പ്രമോദിനെതിരെ പരാതി നൽകിയിരിക്കണം. എന്താണ് പരാതി നൽകാനുള്ള കാരണം? പരാതി നൽകാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരെല്ലാം തന്നെ നമ്മുടെ ഒരു CCS റൂളിൻ്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ആ നിയമം ലംഘിച്ച് ഒരു സാധാരണ പൗരൻ വിമർശിക്കുന്നത് പോലെയോ അതല്ലെങ്കിൽ ഒരു സാധാരണ പൗരൻ അവൻ്റെ മൗലിക അവകാശം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ അതിൽ തന്നെ പരിമിതികളുള്ള ഒരു ചട്ടക്കൂടിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ആ അതിരുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഗുരുതരമായ CCS റൂളിൻ്റെ വയലേഷനാണ് ഈ GR പ്രമോദ് എന്ന വ്യക്തി നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹം VSSCയിൽ ജോലി ചെയ്യുന്ന ഒരു സീനിയർ അസിസ്റ്റൻ്റ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം ഭാരത് മാതാവിനെ വളരെ വികലമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ ഈ സ്വാതന്ത്ര്യ സമര കാലത്തായാലും അതിനുശേഷം ആയാലും നമ്മുടെ ഒരു പാട്രിയോട്ടിസം അതല്ലെങ്കിൽ നമ്മുടെ നാഷണൽ യൂണിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഭാരതമാതാവിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പം അതിനെ ആരാധിക്കുന്ന ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പശുവിനെ പറ്റിയിട്ടുള്ള പരാമർശം, ഗോപൂജ നടത്തുന്ന നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നടത്തുന്നതുകൊണ്ട് ഇന്ത്യ മൊത്തം പൂജിക്കുന്ന ഒരു വിശ്വാസി സമൂഹമുണ്ട്. അപ്പം അവരുടെയൊക്കെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട, അതായത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് കീഴിൽ പ്രവർത്തിക്കുന്ന VSSC പോലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇത്രയും നിരുത്തരവാദപരമായി വളരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ചെയ്തപ്പോൾ അതിനെ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ എന്നത് ഭാരതീയ മസ്ദൂർ സംഘിൻ്റെ കീഴിൽ അഫിലേറ്റഡ് ആയിട്ടുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ്. അപ്പം രാഷ്ട്രഹിതത്തിനെതിരായി എന്തെങ്കിലും ഒരു കാര്യം ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പരാതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കേരള ഗവർണറിനും VSSC ഡയറക്ടർക്കും നൽകിയത്. ജനം വാർത്തയിലാണ് ഞങ്ങൾ ഈ വാർത്ത ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 2 ദിവസം മുമ്പ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഞങ്ങളുടെ കോർ കമ്മിറ്റി കൂടി ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. നിയമപരമായി ഇദ്ദേഹത്തിന് വാങ്ങി നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇതിൽ വാങ്ങി നൽകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണമുണ്ട് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കെ കൃത്യമായിട്ടും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഈ മറ്റ് ആളുകൾ കാണത്തക്കവണ്ണം ഈ ഒരു തരത്തിലുള്ള ഈ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളും പോസ്റ്റുകളുമൊക്കെ അദ്ദേഹം എഴുതുന്നത്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് പരിമിതിയൊന്നുമില്ല, ഉപയോഗിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത് CCS റൂൾസാണ്. ഞങ്ങൾക്ക് പ്രൈവറ്റ് ലൈഫിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ജീവിതത്തിലായാലും ആ ഒരു നിയമത്തിൻ്റെ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് ഞാൻ ഈ പറയുന്ന വിമർശിക്കുന്നതിൽ ഒരു പരിമിതി ഉണ്ടാവുമല്ലോ. അങ്ങനെ വിമർശിക്കാൻ പാടില്ല. അതിപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമിനെയോ സർക്കാരിനെയോ അല്ലെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ സർക്കാരാകട്ടെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആകട്ടെ, അങ്ങനെ ഒരു സർക്കാരിനെ വിമർശിക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. അത് നിയമത്തിൻ്റെ അല്ലെങ്കിൽ സർവീസ് ചട്ടങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പം നമുക്ക് നമ്മുടെ പേഴ്സണൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു കാര്യങ്ങളും ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രമോദിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും വികലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെയോ അതല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചു വന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും അദ്ദേഹം പ്രതികരിക്കുന്നത്. ആ ഫേസ്ബുക്കിൽ ഞങ്ങൾ നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ പല മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കേന്ദ്ര സർക്കാരിനെ ട്രോളുന്ന രീതിയിലൊക്കെയുള്ള വളരെ മോശം വീഡിയോകളാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്.
ഇതൊരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബാക്കി നിങ്ങൾക്കറിയാം VSSC എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ ഇങ്ങനെ വാർത്തകളിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന രീതിയിലൊക്കെയുള്ള ഇത്തരം പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. കൂടാതെ തന്നെ BNS ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് നോക്കുകയാണെങ്കിലും ഞങ്ങൾ ഇന്നലെ അത് പരിശോധിച്ചായിരുന്നു. പോലീസ് പരാതിയുമായി മുന്നോട്ട് പോകാനൊക്കെ അതിലും സെക്ഷൻ 196, 197 അടക്കമെല്ലാം ഇത് വളരെ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റമാണ്. ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റുകളും പരിശോധിക്കുമ്പം ആ ഓരോ പോസ്റ്റുകളും ഷെയർ ചെയ്തിരിക്കുന്ന സമയം, അതുപോലെ തന്നെ പോസ്റ്റ് എഴുതിയിരിക്കുന്ന സമയമൊക്കെ ഈ ഔദ്യോഗിക കൃത്യനിർവഹണ സമയത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ്. അതായത് ആ സമയം നമുക്ക് ജോലി ചെയ്യുന്ന സമയം, ആ സമയത്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലാകുക. അതായത് ജോലിക്കിടയിൽ ആണ് ഈ എഴുത്തുകുത്തുകളെല്ലാം നടത്തുന്നത്. ജോലിക്കിടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അത് VSSCയിൽ തന്നെ ചോദിക്കണം. കാരണം ഇവിടെ ഒരു